Let me ask you on your face. എന്തായിരുന്നു പുതപ്പിന്റെ അടിയിൽ? വെറുതെ വൃത്തികേട് പറയല്ലേ. തന്റെ അഭിനയം നന്നായി. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. പൊതുപ്പിന്റെ അടിയിലൊന്നും ഇല്ലായിരുന്നു. പൊതുപ്പിന്റെ അടിയിൽ എന്ന് വെച്ചാൽ പക്ഷെ ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസും എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇനി പുറത്തിറങ്ങില്ലേ, അപ്പൊ യു ഹാവ് ടു വാച്ച് ഓൾ മൈ ഇന്റർവ്യൂസ്. അതിലൊക്കെ എല്ലാവരും പറഞ്ഞു സംതിങ് അണ്ടർ ദ പുതപ്പ്. എല്ലാവർക്കും തോന്നും. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. ആദില, നൂറ, അനുമോൾ, മൂന്ന് ആൾക്കാർ ഒരു പൊതുപ്പിന്റെ ഉള്ളിലിരുന്നാണ്. അവർക്ക് എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. എന്തിനാ പറഞ്ഞു? ആ പുതപ്പ് ഞാൻ അവരോട് വെക്കാം. അല്ല, ഒരു പെൺ ലെസ്ബിയൻ കപ്പിളിന്റെ കൂടെ കിടക്കുമ്പോൾ അത് ശരിയല്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയില്ല. ഒരു ചെറുക്കനും പെണ്ണ് കിടന്നപ്പോ പ്രോബ്ലം. അതും ഞങ്ങൾ മാത്രമല്ലായിരുന്നു. രന ഫാത്തിമ ഉണ്ടായിരുന്നു, പിന്നെ ശൈത്യ ഞങ്ങളുടെ കൂടെ കിടക്കുമായിരുന്നു. വളരെ സിമ്പിൾ അല്ലായിരുന്നു. കോംപ്ലിക്കേറ്റിംഗ് അല്ല. നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. അതൊരു കണ്ടന്റ് ആയിരുന്നു. ബിക്കോസ് ഒരു ദിവസം ജിസേൽ തന്നെ പറഞ്ഞു, എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട, ഒരു പുതപ്പ് മാത്രം മതി. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് വെച്ചാൽ ഞാൻ എഫർട്ട്ലെസ് ആയ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്റെ ഒരു പൊതുപ്പും കണ്ടന്റ് ഉണ്ടാക്കി. അപ്പൊ എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല വേണ്ടത്. മലയാളികൾ അത്ര മറ്റേ ചീപ്പ് ഹാർട്ടഡ് അല്ല. നമ്മള് എല്ലാം അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും.